ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഓണവും കല്യാണ സീസണൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊന്നും ഇപ്പം സലൂണിലോ ബ്യൂട്ടി പാർലറിലോ അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഒന്നും വിളിക്കാൻ പറ്റാത്തവർക്ക് നന്നായിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ഞാൻ കാണിച്ചു തരാം. അതായത് മുഖത്തിനുള്ള മേക്കപ്പ് ഞാൻ കാണിച്ചു തരാമേ. ആദ്യം മുഖം നന്നായിട്ട് നമ്മളൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യണം. അതിനുശേഷം ഇപ്പം നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇച്ചിരി പ്രായമാകുമ്പോൾ നമുക്ക് ഈ ഓപ്പൺ പോസൊക്കെ കാണും, നമ്മുടെ സുഷിരങ്ങളൊക്കെ കുറച്ചങ്ങ് വലുതായിട്ട് നിൽക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം നിങ്ങൾക്ക് നാളെ കല്യാണം, ഇന്നേ നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ വെളിയിൽ പോകാത്തവർ സലൂണിലോ അല്ല മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഒന്നും വിളിക്കാൻ പറ്റാത്ത ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ച് നമ്മൾ മുഖമൊക്കെ ഒരുങ്ങി സാരിയൊക്കെ കൊടുക്കണമെന്ന് വെച്ചാൽ നല്ല ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആകും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, തലേന്ന് തന്നെ ഇതുപോലെ ഒരു ഷീറ്റ് മാസ്ക് അത് ഏതിൻ്റെയോ ആവട്ടെ, ഇപ്പോൾ എല്ലാ കടകളിലും അതൊക്കെ കിട്ടും. അത് വാങ്ങിച്ച രാത്രിയിൽ നല്ലവണ്ണം ഒരു 20 മിനിറ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് സമയമേ ഷീറ്റ് മാസ്ക് ഇടാവും. കാരണം എന്ന് വെച്ചാൽ ആ കറക്റ്റ് സമയം കഴിയുമ്പോൾ നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് മുഖത്തിന് കിട്ടുന്ന ആ മോയ്സ്ചർ കണ്ടൻറ്റ് തിരിച്ച് ഈ ഷീറ്റിലോട്ട് വരും എന്നാണ് പറയുന്നത്. അത് പലർക്കും അറിഞ്ഞുകൂടാ. കുറേ നേരം വെക്കും, അങ്ങനെ വെക്കരുത്. വെക്കുമ്പോൾ അത് ഉൾട്ടയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ഷീറ്റ് മാസ്ക് ഇടുന്നതിന് ഇപ്പം 3-4 ദിവസം മുന്നേ ആണെങ്കിൽ ഒരു ചെറിയ സ്ക്രബ് ഉപയോഗിച്ച് മുഖമെല്ലാം നല്ലവണ്ണം സ്ക്രബ് ചെയ്തിട്ട് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് നല്ല സൂക്ഷിച്ചിട്ട് തലേന്ന് ഒരു ഷീറ്റ് മാസ്ക് ഇടുക. പിറ്റേന്ന് രാവിലെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഷീറ്റ് മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അത് എടുത്തതിന് ശേഷം പോയി കഴുകാതെ പിറ്റേന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മുഖമെല്ലാം കഴുകിയതിന് ശേഷം ഈ സുഷിരങ്ങളൊക്കെ ഇച്ചിരി വികസിച്ച് നിൽക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് ഷ്രിങ്കാവാൻ വേണ്ടി, ചുരുങ്ങാൻ വേണ്ടി നമ്മൾ എന്താ വെച്ചാൽ ഐസ് പാക്ക് കൊടുക്കാം. നമ്മുടെ ഫ്രിഡ്ജിൽ ഐസ് ഉണ്ടെങ്കിൽ ആ ഐസ് എടുത്തൊരു കർച്ചീഫിലോ ഒരു തോർത്തിലോ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുകയാണെങ്കിൽ ഈ സുഷിരങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്കങ്ങ് ഷ്രിങ്ക് ചെയ്ത് വരും. ഇത് നല്ലൊരു മാർഗ്ഗമാണ്. നല്ല ഒരു മേക്കപ്പ് നമുക്ക് ഇടാനും സാധിക്കും നമ്മുടെ മുഖത്തിന്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മേക്കപ്പ് നന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. പിന്നെ ഇനി മുഖം കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് എന്തുവാണെന്ന് വെച്ചാൽ, നമ്മൾ മോയ്സ്ചറൈസർ ഇടുക. മോയ്സ്ചറൈസർ ഇടുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹലറോണിക് ആസിഡോ നയാസിനമൈഡോ സിറമൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷെ ഓരോന്നും യൂസ് ചെയ്യണതിന് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒരു 2 മിനിറ്റ്സ് അതിൻ്റെ ഇടയിൽ കൊടുത്തിരുന്നാൽ മുഖത്തിന് ഈ ഓരോന്നിനും സമയം വേണമല്ലോ നമ്മുടെ സ്കിന്നിൽ അത് പ്രിപ്പയർ ചെയ്യാൻ. ആ സമയം നമ്മൾ കൊടുക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം മുഖം കഴുകി സിറം ഇടുന്നവരാണെങ്കിൽ സിറം ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നല്ല ഒരു മോയ്സ്ചറൈസർ ഇടുക. ചിലർ ഗ്ലോ സിറമൊക്കെ ഇടാറുണ്ട്. അത് ചെറുപ്പക്കാർ പിള്ളേർ, വയസ്സായവർക്കും ഇടാനില്ല എന്നല്ല ഞാൻ പറയണം. പക്ഷേ നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം അതും ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് സമയം കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ പ്രൈമർ പോലുള്ള കാര്യങ്ങൾ ഇടാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ മോയ്സ്ചറൈസർ ഇടാം. ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഈ മോയ്സ്ചറൈസർ സൺസ്ക്രീനും കൂടെ ചേർന്നിട്ടുള്ളതാണ്. എപ്പിസോഫ്റ്റ് എന്ന് പറഞ്ഞ് AC മോയ്സ്ചറൈസർ വിത്ത് സൺസ്ക്രീൻ, ഇതാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇത് നല്ല ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇത് അവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഖത്തിനൊക്കെ ഇടുമ്പോൾ തന്നെ അത് നല്ലവണ്ണം ഒരു നല്ല സ്മൂത്തായിട്ടുള്ളൊരു ക്യാൻവാസ് നമുക്ക് കിട്ടും. ഇത്രയാണ് ഞാൻ എടുത്തത്. എന്തിട്ടാലും കഴുത്തിക്കൂടെ ഇടുക. ഇനി ഒരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഈ മോയ്സ്ചറൈസറൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യണമല്ലോ, അതിന് 2 മിനിറ്റ് ടൈം കൊടുക്കുക. ഇനി ഞാനൊരു ഐ ക്രീമും കൂടെ ഇടയണേ. ഈ ബ്യൂട്ടി ഓഫ് ജോസോണിൻ്റെ ഐ സിറം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. 2 കണ്ണിലേക്കും കൂടെ ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. 2 ഫിംഗറിലും കൂടെ ആക്കുക.
ആക്കിയതിന് ശേഷം പതുക്കെ ഇവിടെ അപ്ലൈ ചെയ്യുക, ഇവിടെ അപ്ലൈ ചെയ്യുക. ഇതും അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഈ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിപ്സിലൊരു ലിപ് ബാം കൊടുക്കാം. ഞാൻ ഓൾറെഡി ലിപ്പിൽ ഈ വാസ്ലിൻ്റെ ലിപ് ബാമാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് കുറച്ചെടുക്കുക, ഒരു മയം മതി. അപ്ലൈ ചെയ്ത് വെച്ചിരുന്നാൽ ഇതങ്ങ് നല്ല സ്മൂത്ത് ആവും ലിപ്സ്. പിന്നെ ലിപ് സ്ക്രബ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും, അത് വേണമെങ്കിലും വാങ്ങാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് നമ്മുടെ ടൂത്ത് ബ്രഷ് മതി, അതൊന്ന് എടുത്ത് പതുക്കെ അങ്ങ് ഉരച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഇതങ്ങ് കുതിർന്ന് കഴിയുമ്പോൾ ഇത് ഇളകാനുള്ളതാണെങ്കിൽ പെട്ടെന്ന് ഇളകി വരും. ഒരു ചെറിയ തോർത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തോർത്തിൻ്റെ അറ്റം വെച്ച് ഒന്ന് പതുക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡെഡായിട്ടിരിക്കുന്ന ആ സ്കിൻ സെൽസ് എല്ലാം ഇങ്ങനെ വെളിയിൽ വരും. അപ്പോൾ ആ ലിപ്സ് ഒരു നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും. ഇത് നിങ്ങളൊന്ന് നോക്കുക. ഇപ്പം ഞാൻ വാങ്ങിയ ഒരു കൺസീലറാണ്. അത് ഒരു കൊറിയൻ ബ്രാൻഡാണ്, ടീ ഫിറ്റ് എന്നാണ് പേര്. ഇതിന് 1000 റുപ്പീസാണ്. പക്ഷേ ഇതിൽ എനിക്കൊരു അമളി പറ്റിയെന്ന് വെച്ചാൽ കുറച്ചുകൂടെ എനിക്ക് ഡാർക്കായിട്ടുള്ള കൺസീലർ വേണമായിരുന്നു. പക്ഷെ ഇതിൽ അത്രയും ഡാർക്കില്ല, എന്നാലും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഇവിടത്തേക്ക് ഇത് കറുത്ത എന്തെങ്കിലും അടയാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറയ്ക്കാൻ പറ്റും. കണ്ണിന് ചുറ്റാകെ നല്ല കറുപ്പായതുകൊണ്ട് എനിക്കിത് അധികം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്ലൈ ചെയ്യുമ്പം എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ കൊറിയൻസ് എല്ലാം അവരുടെ സ്കിൻ ടോൺ അനുസരിച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഓർത്ത് അത് കുറേ കൂടെ ഡാർക്കായിട്ടുള്ളവർക്കായിരിക്കും എന്ന് വിചാരിച്ച് അത് വാങ്ങിയില്ല. ഇത് പകരം ഇത് വാങ്ങി. പക്ഷേ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ നല്ലതാണ് കേട്ടോ, നല്ല ഒരു ടെക്സ്ചറാണ്. നമുക്ക് ഇതൊന്നും വേണ്ട, ഫൗണ്ടേഷൻ ഒന്നും വേണ്ട. ഫൗണ്ടേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഇത് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും മുഖത്ത്. അങ്ങനെ അപ്ലൈ ചെയ്ത് പറ്റും. പക്ഷേ ഇത് കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾസ് ഇത് മറയ്ക്കാൻ പ്രയാസമാണ്. എന്നാലും ഇത് വെച്ച് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഡാർക്ക് സർക്കിൾസ് അധികം മറയുന്നില്ല. കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അതേസമയം നല്ല ഫെയർ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺകാരാണെങ്കിൽ, നല്ല വെളുത്ത അമ്മമാരാണെങ്കിൽ അവർക്കിത് മതി, ഈ ഒരെണ്ണം മതി. പക്ഷെ ഞാൻ കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് എനിക്കിത് പറ്റുന്നില്ല. പക്ഷെ ഇവിടെയൊക്കെ മുഖത്തിനൊക്കെ പറ്റുന്നുണ്ട്, ഡാർക്ക് സർക്കിൾസിലിടാൻ അത് ശരിയാകുന്നില്ല. ഇപ്പോൾ അംബിക പിള്ള ഒരു കൺസീലർ പാലറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിന് 1300 എങ്ങാണ്ടാണ്. പക്ഷേ അത് നല്ലതാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിനനുസരിച്ച് അവർ ഇറക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ആർക്കെങ്കിലും വാങ്ങിക്കുമ്പോൾ അതൊന്നും ആമസോണിലൊന്നുമില്ല, അവരുടെ വെബ്സൈറ്റിൽ കയറി വാങ്ങണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നതായിരിക്കും. അതിൽ ലൈറ്റ് തൊട്ട് നല്ല ഡാർക്ക് വരെയുള്ള ഷെയ്ഡുകളുണ്ട്. അത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഒരെണ്ണം വാങ്ങണം. പക്ഷേ ഇപ്പം ഞാനിത് വാങ്ങിയോണ്ട് ഞാൻ തൽക്കാലം അടുത്ത എപ്പോഴെങ്കിലും വാങ്ങുമായിരിക്കും. അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഈ കൺസീലർ പാലറ്റ് ഉപയോഗിച്ച് ഫൗണ്ടേഷന് പകരം ഞാൻ ഇടാനാണ് പോകുന്നത്. മൊബൈൽ ക്യാമറയിൽ നോക്കി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ണാടിയിൽ നോക്കിയാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇപ്പോൾ ഈ കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾസിന് ഇതിൽ ഏറ്റവും ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയുന്നത്, ഇതിലാകെ 3 ഷെയ്ഡേ ഉള്ളൂ. ഇതിൽ ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് പക്ഷേ എൻ്റെ കണ്ണിനുള്ളതിൽ പറ്റൂല, പക്ഷേ എൻ്റെ മുഖത്തിൻ്റെ കളറിന് നല്ല മാച്ച് ചെയ്യും. അത് കാണിച്ചു തരാം. ഇതിങ്ങനെ തേച്ചിട്ട് ഒന്ന് തേച്ച് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇത് പറ്റും. അപ്പം ഞാനിത് മുഖത്തിനാണ് ഇടാൻ പോകുന്നത്. ഇതിലെ ഏറ്റവും ഡാർക്കായിട്ടുള്ള കളറ് അതെടുത്ത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ പ്രൈമറൊക്കെ ഉണ്ടെങ്കിൽ പ്രൈമർ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ എൽഫിൻ്റെ പ്രൈമറുണ്ട്. ഇത് നല്ല ഗ്രിപ്പായിട്ടുള്ള പ്രൈമറാണ്. ഇപ്പം ഞാനത് ഇടുന്നില്ല. ഈ പ്രൈമർ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ഈ സുഷിരങ്ങളൊക്കെ ഉള്ള ഭാഗത്തൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് ചെയ്താലും മതി. ഇങ്ങനെയുള്ളൊരു പ്രൈമറും കൂടെ നിങ്ങൾ വാങ്ങി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ അത് സഹായിക്കും. ഇപ്പം ഞാൻ ഈ കൺസീലർ വെച്ച് മാത്രമാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്, അല്ലാതെ ഞാൻ പിന്നെ ഫൗണ്ടേഷനോ ഒന്നും ഇടുന്നില്ല. നല്ല ഒരു കൺസീലർ പാലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ ഒന്നും ഇട്ടില്ലെങ്കിലും നമുക്ക് മേക്കപ്പ് ചെയ്യാം. പക്ഷെ എല്ലാത്തിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വൈകിട്ട് വന്ന് നമ്മൾ ക്ലീനൊക്കെ ചെയ്യുമ്പോൾ അത് നന്നായിട്ടൊരു മേക്കപ്പ് റിമൂവർ വെച്ച് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ കണ്ടോ, ഈ ഭാഗം ഇപ്പോൾ കൺസീലർ മാത്രമാണ് ഇട്ടത്, അല്ല ഈ ഭാഗത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ അതേപോലെ ഇടുമ്പോഴത്തേക്ക് നല്ല ഒരു ഫൗണ്ടേഷൻ ഇട്ട ഒരു എഫക്റ്റ് തന്നെ ഈ കൺസീലർ കൊടുക്കും. അപ്പോൾ അതേപോലെ നിങ്ങൾ ഇതേപോലെ ഒരു പാലറ്റ് വാങ്ങി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മക്കളെടുത്തോ കൊച്ചുമക്കളെടുത്തോ ഒക്കെ പറഞ്ഞാൽ അവർ ഓർഡർ ചെയ്ത് തരും. ഇത് തന്നെ ഞാൻ ഈ കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ
കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും അത് നന്നായിട്ട് വരത്തില്ല. എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കൺസീലർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന്. കയ്യിലുള്ള ബാക്കി വെച്ച് പതുക്കെ അങ്ങ് കണ്ണിൻ്റെ മുകളിലും കൊടുത്താൽ ഒരുവിധം മറയും. കണ്ടോ, ഒരുവിധം നന്നായിട്ട് മറയും, പക്ഷേ നല്ലവണ്ണം മറയത്തില്ല. ഇനി കണ്ണിലൊക്കെ മേക്കപ്പ് കൊടുക്കുമ്പോൾ അത് അറിയത്തില്ല. പക്ഷേ ഈ കണ്ണിൻ്റെയും കൂടെ ഡിഫറൻസ് കണ്ടോ? ഈ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതേപോലെ ഒരു കൺസീലർ ഇത് ബിൽഡപ്പും ചെയ്യാം നമുക്ക് ഇട്ടിട്ട്. പക്ഷേ നമ്മൾ പ്രായമുള്ളവർ ഒരുപാട് ബിൽഡപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ലൈറ്റായിട്ടുള്ള കൺസീലേഴ്സ് എപ്പോഴും കൊടുക്കുക. ലിക്വിഡായിട്ടുള്ള കൺസീലർ വാങ്ങാൻ പറ്റുന്നുള്ളവർ ആണെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ എന്തിട്ടാലും നമ്മൾ കഴുത്തിൽ കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ കഴുത്തിൻ്റെ കണ്ടിന്യൂറ്റി ആണല്ലോ ഫേസ്. അപ്പോൾ അത് രണ്ട് കളർ ആകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഫിംഗർ ഉപയോഗിച്ച് ഈ ഒരു കൺസീലറാണ് ഞാൻ ഈ മുഖത്ത് മുഴുവൻ ഇട്ടത്. ഇത് നല്ല ഫെയർ ആയിട്ടുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. ബാക്കി 2 കളറും ഞാനിതിൽ ഏറ്റവും ഡാർക്കാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് ടി ഫിറ്റ് എന്ന് പറഞ്ഞൊരു കൊറിയൻ ബ്രാൻഡിൻ്റെയാണ്. ഇത് നല്ല മാർദ്ദവമുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ട്. നല്ല സ്മൂത്തായിട്ട് ബട്ടറി പോലെ ഇങ്ങനെ തേക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് വാങ്ങി വെച്ചിരുന്നാൽ, കുറച്ചുകൂടെ ഫെയർ ആയിട്ടുള്ളവരാണെങ്കിൽ ഇത് സൂപ്പറാണ് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വാങ്ങാൻ കിട്ടും. ഇനി ഞാൻ കണ്ണിൻ്റെ ചുറ്റാകെ നമുക്കൊക്കെ ഒരുപാട് വരകളൊക്കെ ഉണ്ടല്ലോ, ആ വരകളുടെ ഇടയിലെല്ലാം ഇത് കയറുമെന്ന് വിചാരിച്ച് ഒന്നും കൂടെ ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് ആ വരകളും ഇതെല്ലാം മാറ്റിയതിന് ശേഷം ഒരു ട്രാൻസ്ലൂസൻ പൗഡർ ഒന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്യും. അതെല്ലായിടും അപ്ലൈ ചെയ്യാം കേട്ടോ നമുക്ക് വേണമെന്ന് വെച്ചാൽ. ഇതിപ്പം എൻ്റെ കയ്യിലുള്ള പാക്കിൻ്റെയാണ്. പാക്ക് എന്ന് വെച്ചാൽ PACയുടെ ആണ്. PACയുടെ ആണ് ഞാനിതിൽ കുറച്ചെടുത്തിട്ടതിന് ശേഷം ഇതുപോലൊരു ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് അതിലൊന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒന്ന് തട്ടിക്കളയുക. തട്ടിക്കളഞ്ഞതിന് ശേഷം പതുക്കെ ഒന്ന് കണ്ണിൻ്റെ ചുറ്റാകം മാത്രം. അപ്പോൾ ക്രീസിലൊന്നും അതാകത്തില്ല. ക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വരകളൊക്കെ ഉണ്ടല്ലോ, വയസ്സാകുമ്പോൾ ഒരുപാട് വരകളൊക്കെ വരും, കൂടുതലായിരിക്കും ചെറുപ്പക്കാരെക്കാളും. അപ്പോൾ അത് ഒന്ന് മാറ്റി കിട്ടാനാണ്. ഇനി കണ്ണിൻ്റെ മേളിലുള്ള കറുപ്പ് മറയ്ക്കാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു രീതിയാണ്, കുറച്ചൊരു ഓറഞ്ച് കലർന്ന ഒരു കളറുള്ള ഐ ഷാഡോ എടുത്തു കഴിഞ്ഞാൽ ഈ കളർ കുറച്ചൊന്ന് കുറയും. കാരണം നമ്മൾ ഓറഞ്ച് കറക്റ്റിട്ട് കറുപ്പ് മറയ്ക്കാറുണ്ടല്ലോ, അതിന് പകരമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു ഓറഞ്ച് വന്ന ഒരു മാറ്റ് ഫിനിഷുള്ള ഒരു ഐ ഷാഡോ അത് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. ഇത് ഫോക്ലാർ എന്ന് പറഞ്ഞ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഈ പാലറ്റിൽ ഈ കളറാണ്, ഈ കളറ് ഉപയോഗിച്ച് ഞാനത് ചെയ്യും. എടുക്കുക, ഒന്ന് തട്ടിക്കളയുക. തട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ കണ്ണിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പം ഒരുപാട് കട്ടിക്ക് അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ആ കറുപ്പ് ഒന്നങ്ങ് മറഞ്ഞു കിട്ടും, കണ്ണിനൊരു വിടർന്ന ഒരു രീതിയും കൊടുക്കും. കണ്ടോ, ഈ കണ്ണിൻ്റെ കറുപ്പ് ഇതിലും വ്യത്യാസമില്ലേ? ഇതേപോലെ നമുക്ക് മാറ്റിയെടുക്കാം. എല്ലാവരും പറയുമായിരിക്കും എന്തിനാണ് ഈ വയസ്സുകാലത്ത് ഇതെന്നൊക്കെ ഓരോരുത്തരും ചോദിക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ ഇഷ്ടമല്ലേ, നമുക്ക് നല്ല ഭംഗിക്ക് പോകണമെന്ന് ഓരോരുത്തരും ഇഷ്ടപ്പെടും. ഈ പറയുന്നവരും വയസ്സാകുമ്പോൾ കുറച്ച് നന്നായിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും, ഇല്ലേ? സത്യമല്ലേ? ഇത് വേറൊരു ഐ ഷാഡോ പാലറ്റാണ്. ഇതിൽ ബ്രൗൺ കളർ യൂസ് ചെയ്താണ് ഞാൻ ഐബ്രോസ് ഒന്ന് ഡാർക്കൻ ചെയ്യുന്നത്. ഈ ബ്രൗണും കൂടെ മിക്സ് ചെയ്യും. അപ്പം ഒരു നാച്ചുറൽ കളർ കിട്ടും. പിന്നെ ഈ കളർ ഉപയോഗിച്ച് നമ്മൾ ഐബ്രോസിൻ്റെ അടിഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഐബ്രോസ് ഒന്ന് കുറച്ച് പൊങ്ങിയിരിക്കും, കണ്ണിനൊരു തുറന്ന ഒരു എഫക്റ്റ് കൊടുക്കുകയും ചെയ്യും. ഇതിൽ നിന്ന് ഈ ലൈറ്റ് കളർ ക്രീം കളർ ഷെയ്ഡ് ഇത് ഉപയോഗിച്ച് ഒന്ന് തട്ടിക്കളയുക. തട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഐബ്രോസിൻ്റെ അടിഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു വെട്ടം കിട്ടും. അതിനുശേഷം നമ്മൾ ഐബ്രോസ് ഡാർക്കൻ ചെയ്യുക. ഐബ്രോസ് ഡാർക്കൻ ചെയ്യണതും വളരെ എളുപ്പമാണ്. ആദ്യം നമ്മൾ ഒന്ന് ഐബ്രോസ് ഒന്ന് താഴ്ത്തി വെക്കുക. താഴ്ത്തി വെച്ചതിന് ശേഷം ഒരു ഔട്ടർ ലൈൻ കൊടുക്കുക. ഔട്ടർ ലൈൻ കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് അകത്ത് ഫില്ല് ചെയ്യുക. ഇത്രയേ ഉള്ളൂ.
മുകളിൽ ഒന്ന് ആക്കിയതിന് ശേഷം പിന്നെ താഴെയാണ്. ആ താഴെ നമ്മളൊന്ന് ബ്രോസ് പൊക്കി വെച്ചതിന് ശേഷം വീണ്ടും താഴോട്ടൊന്ന് അപ്ലൈ ചെയ്യുക. ഇപ്പം കണ്ടോ ഐബ്രോസ് ഡാർക്കൻ ചെയ്തപ്പോൾ അപ്പോൾ കുറച്ചുകൂടെ നന്നായില്ലേ? നമ്മൾ കൊച്ചു കുട്ടികൾക്ക് കരി വരയ്ക്കും പോലെ ചെയ്യരുത്, ഒന്ന് ഫില്ല് ചെയ്ത് വിട്ടു കൊടുക്കുക. ചെറുപ്പക്കാർ കുട്ടികൾ ഉപയോഗിക്കും പോലെയല്ല, നമ്മൾ വയസ്സായിട്ട് തിളക്കമുള്ളതൊന്നും ഉപയോഗിക്കരുത്. കുറച്ചൊരു മാറ്റ് ഫിനിഷിലോട്ട് പോണതായിരിക്കും ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ ഇരിക്കുന്നത്. തിളക്കമുള്ളതെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതൊരുപാട് വിയേർഡായിട്ട് തോന്നും. ഇനി ഇതിലുള്ള ഈ ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഐ ഷാഡോ ഇതേപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് അതിലൊന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ കണ്ണിൻ്റെ താഴെ കൊടുത്തിട്ട് പിന്നെയാണ് കണ്ണെഴുതണമെങ്കിൽ കണ്ണിനൊരു ഭംഗി വരും. എൻ്റെ ഒരു കാജലില്ല, അപ്പം ഇതൊരു പെൻസിലാണ്, കാജൽ പെൻസിലാണ്. ഇത് വെച്ച് കണ്ണിൻ്റെ അകത്തൊന്ന് എഴുതി കൊടുക്കാം. കണ്ണിൻ്റെ മേളിലും കണ്ണിൻ്റെ താഴെയും ഞാൻ എഴുതി. ഇതിലുള്ള ഡാർക്ക് ബ്രൗൺ എടുക്കുക. ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് അതും കൂടെ താഴോട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്യും. ഇനി നിങ്ങൾക്ക് ഒത്തിരിയൊക്കെ വെളിയിലായി എന്ന് വിചാരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു ബഡ്സ് എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാമെന്നുള്ളതേ ഉള്ളേ. ഇത് ഐലാഷ് കേളറാണ്. ഇതുപോലെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഷസ്, അതായത് കൺപീലി നന്നായിട്ട് ഉയർത്തി വെക്കാൻ സാധിക്കും. അത് ഇപ്പം വേറെ മസ്കാര ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും ഇതുപോലെ ഒരെണ്ണം എടുത്ത് ലാഷ് ഒന്ന് കേൾ ചെയ്താൽ നന്നായിരിക്കും. ലാഷ് കേൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. അതായത് ഇങ്ങനെ വെച്ചിട്ട് ഒരു 10 ടൈംസ് നമ്മൾ നല്ലോണം പ്രസ് ചെയ്യുക. നല്ലോണം പ്രസ് ചെയ്ത് എന്നിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ കണ്ണിൻ്റെ ലാഷസ് നല്ലോണം നല്ല വിടർന്നിരിക്കും. ഇനി ഇതിൽ മസ്കാരയും ഐലൈനറും മേളിൽ വേണമെങ്കിൽ കൊടുക്കാം, വേണ്ട എങ്കിൽ കൊടുക്കണ്ട. നമുക്കെല്ലാവർക്കും ഐലൈനർ ചേരത്തില്ല, എനിക്കും ചേരത്തില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അരിവിനോട്ട് ഒന്നാക്കി പതുക്കെ ഒരു തീരെ കട്ടിക്ക് എഴുതാതിരിക്കുക, വളരെ ലൈറ്റായിട്ട് എൻഡിൽ കൊടുക്കുക. അതിൻ്റെ മേളിലോട്ടൊക്കെ ആകുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഉണങ്ങാനായിട്ട്. ഉണങ്ങിയതിന് ശേഷം നിങ്ങളൊരു ബഡ്സ് എടുത്ത് ഇളക്കി കളയുക. ഈ ഒരു മസ്കാരയാണ്, സ്റ്റേസിൻ്റെ മസ്കാരയാണ്. ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഇടുന്നത്. അത് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. കണ്ടോ? ഇപ്പോൾ കണ്ണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ കൺപീലിയിലിരിക്കുന്ന ഇതെല്ലാം അങ്ങ് ഉണങ്ങുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ബഡ്സ് എടുത്തോ അല്ലെങ്കിൽ വേറെ ബ്രഷ് എടുത്തോ ഒക്കെ അങ്ങ് റിമൂവ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇത്രയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഒരു ഇത് ഒരുങ്ങിക്കഴിഞ്ഞ്. ഇനി ഒരു പൊട്ട് വിട്ടാൽ ഒരു ലിപ്സ്റ്റിക്ക് വിട്ടാൽ നമുക്ക് നമ്മുടെ പ്രായക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ആവും. പൗഡർ, കോമ്പാക്ട് പൗഡർ ഉണ്ടെങ്കിൽ അതും ഇടാം. ഇനി കോമ്പാക്ട് പൗഡർ ഇട്ട് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് വിട്ടാലും മതി. അല്ലാതെ പൗഡർ ഇടണം എന്ന നിർബന്ധമില്ല. പൗഡർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മാറ്റ് ഫിനിഷ് ആയിട്ടിരിക്കും. അപ്പം ഇനി ഒരു പൊട്ടും ഇട്ടിട്ട്, പൊട്ടിൻ്റെ കയ്യിൽ ഞാൻ ഒട്ടിച്ച് വെച്ചിരുന്നു, ആ പൊട്ടിടുക. അല്ല, പൗഡർ ഇട്ടതിന് ശേഷം പൊട്ടിട്ട് കാണിച്ചു തരാം. ഇത് മേബിലിൻ്റെ ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡറാണ്, മേബിലിൻ ഫിറ്റ്മി.
ഒരുപാട് പൈസയൊന്നുമില്ല. പക്ഷേ നമ്മുടെ കളർ നോക്കി എടുക്കാൻ ശ്രമിക്കുക. എടുക്കുക, ഒന്ന് തട്ടുക, അപ്ലൈ ചെയ്യുക. ഞാൻ ഇവിടുത്തെ കറുപ്പോ ഒന്നും മറച്ചില്ല. പക്ഷെ ഇത്ര ഇട്ടപ്പോൾ തന്നെ നമുക്കുള്ള കറുപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുകയും ചെയ്യും, എന്നാൽ കാണാനൊരു ഭംഗിയും വരും. ഇതെല്ലാം വേണമെങ്കിലും നല്ല കടുത്ത ഇച്ചിരി കൂടെ ഡാർക്കായിട്ടുള്ള കൺസീലേഴ്സോ ഓർ കറക്റ്ററൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ മറയ്ക്കാം. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തില്ല. ഞാനിത് കാണിച്ചതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സാധനമേ ഉള്ളൂ, അത് വെച്ച് നമുക്ക് നന്നായിട്ട് ഒരുങ്ങാൻ പറ്റും. ഇതിടുമ്പോൾ തന്നെ കുറച്ചൊരു ബ്രൈറ്റ്നെസ് നമുക്ക് തോന്നും. നല്ലൊരു ലിപ്സ്റ്റിക്ക് ഇവിടെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഇരിക്കും. ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക്കാണ്. റൂബി ഓർഗാനിക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. ഇത് ഇച്ചിരി വിലയുണ്ട്, പക്ഷേ ഇവർക്ക് ഇതിൽ കെമിക്കൽസ് ഒന്നുമില്ല എന്നാണ് അവർ വാദിക്കുന്നത്. ഒരുപാട് ലിപ്സ്റ്റിക്കുകളിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. പക്ഷേ ഇത് അവർ ഈ നമ്മുടെ വിപണിയിൽ കിട്ടുന്നതിൽ ഏറ്റവും കെമിക്കൽസ് ഒട്ടും ഇല്ലാത്ത ഒരു ലിപ്സ്റ്റിക്കാണ് റൂബി ഓർഗാനിക്സിൻ്റെ ഇത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് റിവ്യൂസ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. അപ്പം അതിലും എല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ ഒരുപാട് ആർട്ടിക്കിൾ വായിച്ചാലും ഒക്കെ ഇതിൽ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ലിപ്സ്റ്റിക്കുകളിൽ നിന്നും ഇതിൽ ഒട്ടും കെമിക്കൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇത് ഞാൻ വാങ്ങിച്ച ഒരു ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ആപ്രിക്കോട്ടിൻ്റെ ഷെയ്ഡ് വാങ്ങിച്ച് ഒരുപാട് കളർ എടുത്തറിയിക്കത്തില്ല. അപ്പം നമ്മുടെയൊക്കെ ഒരു ഏജുകാർക്ക് ഇതൊരു ഈ ഭയങ്കര റെഡോ അങ്ങനെയൊന്നും ഇടുന്നതിനോട് താല്പര്യം കാണത്തില്ല. അപ്പം ഇത് ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞ കളറ് എല്ലാവർക്കും സ്യൂട്ടാവും. ഫെയർ സ്കിന്നുള്ളവർക്കും ഡാർക്ക് സ്കിന്നുള്ളവർക്കും പ്രായമായവർക്കും എല്ലാം സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡാണ് ആപ്രിക്കോട്ട്. ഇത് റൂബി ഓർഗാനിക്സിൻ്റെ ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞ ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങിച്ചു നോക്കൂ, നല്ലതാണ്. ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു ഔട്ടർ ലൈനും കൂടെ കൊടുക്കും. ഔട്ടർ ലൈൻ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഇരിക്കും. കണ്ടോ, ഔട്ടർ ലൈനും കൂടെ കൊടുത്തപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗിയായില്ലേ. അപ്പോൾ ഇതേപോലെ ഇത്രയൊക്കെ ഉള്ളൂ. വേണമെങ്കിൽ ഇതിൽ ഒരുപാട് മേക്കപ്പ് കാര്യങ്ങൾ ചേർക്കാം. പക്ഷെ നമ്മുടെയൊക്കെ ഏജുകാർക്ക് ഇത്രയാകുമ്പോഴേ നല്ല സുന്ദരികളായിട്ട് നമ്മളിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്താൽ മതി. ഇത് ഞാൻ ഓരോന്നും സമയമെടുത്ത് കാണിച്ചതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയത്. അല്ല എങ്കിൽ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒരുങ്ങി ഇറങ്ങുകയാണെങ്കിൽ നല്ല സുന്ദരികളായിട്ട് കല്യാണങ്ങൾ കേൾക്കാൻ പോവാം. പൂവൊക്കെ വെച്ച് മുടിയൊക്കെ നന്നായിട്ട് കെട്ടി ഒരു കുറിയൊക്കെ ഇട്ട് നല്ല വലിയ കമ്മലും മാലയും ഒക്കെ ഇടുമ്പോൾ നല്ല ഒരു ഭംഗിയായിട്ട് ഇരിക്കും. അപ്പം നമ്മളിപ്പം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ച് ഇപ്പോൾ സാരി ഡ്രൈപ്പ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർ അതുവരെ വിളിക്കുമ്പോൾ തന്നെ അതിന് നല്ല പൈസയാവും. അപ്പം നല്ല രീതിയിൽ സാരി ഉടുക്കാനും ഒരു ചെറിയ രീതിയിൽ നല്ല രീതിയിൽ മേക്കപ്പ് ഇടാനും ഒക്കെ പഠിച്ചിരുന്നാൽ നമുക്ക് സുന്ദരികളായിട്ട് പോകാം. നമ്മുടെ ചെറുപ്പത്തിലൊന്നും നമുക്കിതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഇനിയെങ്കിലും നമുക്കും ഇതൊക്കെ ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുള്ള എത്രയോ അമ്മമാരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് പോകാം. ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. കണ്ണിൻ്റെ അടിയിൽ ഇപ്പം ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു കരി എഴുതിയാൽ പോലും ഭംഗിയായിരിക്കും. അപ്പം മുഖത്തിന് കുറച്ച് ബ്രൈറ്റ്നസ് വരുത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേപോലെയൊക്കെ കുറച്ച് സാധനങ്ങൾ നിങ്ങൾ വാങ്ങി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് നന്നായിട്ട് മേക്കപ്പ് ചെയ്യാം. ലാസ്റ്റ് ഒരു മേക്കപ്പ് ഫിക്സറൊക്കെ ഉണ്ടെങ്കിൽ, സെറ്റിംഗ് സ്പ്രേ ഒക്കെ ഉണ്ടെങ്കിൽ അതും അടിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാം അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ലവ് യു ഓൾ.